ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സ്റ്റിച്ചിങ്ങിന്റെ 25ാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു പഫ് സ്ലീവ് ആണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സാധാ സ്ലീവ് ഞാൻ പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു പഫ് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പൊ ഇനി മുമ്പോട്ട് നമ്മൾ പഠിക്കുന്നതിൽ ചുരിദാറിലൊക്കെ പഫ് സ്ലീവ് വെച്ച് പഠിക്കാം. ഇപ്പം മോഡൽ പഫ് സ്ലീവ് ആണ്. അപ്പം നമുക്ക് ഇന്നത്തെ പഫ് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അത് പഠിക്കാവേ. നമുക്ക് ആദ്യം ഒരു ചെറിയ ഒരു പേപ്പറിൽ ഒരു ബൈൻഡ് പേപ്പറിൽ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാവേ. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് മെയിൻ ക്ലോത്തിൽ നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. നമുക്ക് 5 ഇഞ്ച് ലെങ്ത് എടുക്കാവേ. 5 ഇഞ്ച് ലെങ്തിന് ആദ്യം നമുക്ക് 1 ഇഞ്ച് എടുത്തിട്ട് നമുക്ക് താഴെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് എടുത്ത് വരച്ചിടാം. നമ്മൾ 1 ഇഞ്ച് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വരച്ചിട്ടേ. എന്നിട്ട് നമുക്ക് 5 ഇഞ്ച് ലെങ്ത് എടുക്കാവേ. അപ്പം 5 ഇഞ്ച് ലെങ്തിന് 5.5 എടുക്കണം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് 5.5 എടുത്തു. 5.5 എടുത്തിട്ട് നമുക്ക് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അവിടെ നമ്മളൊന്ന് അടയാളപ്പെടുത്തി എടുത്തേ. എന്നിട്ട് അവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് എൻ്റെ അവസാനിക്കുന്നിടത്ത് നമ്മൾ 3 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ 3 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ സ്ലീവ് പഠിപ്പിച്ചതിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ നമ്മൾ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ട് 1.5 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി നമ്മളൊന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കും. ഇങ്ങനെ വരച്ച് കൊടുക്കും ആദ്യം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ നോക്കും. ഇവിടെ നിന്ന് എത്രയാണ്, ഇവിടെ നിന്ന് സെൻറ്റർ 7 ഉണ്ട്. അപ്പം നമുക്കൊരു ഇവിടെ നിന്ന് ഈ സെൻറ്റർ നമ്മൾ നോക്കിയിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് വരച്ച് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പേനയായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് വന്നതിനായിരുന്നു. ഇതിപ്പോൾ ചോക്കായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തത്. ഇവിടെ നിന്ന് ഇങ്ങനെ റാ പോലെ വന്നിട്ട് ഇങ്ങനെ ഷേപ്പ് വരച്ച് ഈ 3 ഇഞ്ചിൽ കൊണ്ട് അവസാനിക്കും. എന്നിട്ട് ഇവിടെ നമുക്ക് വണ്ണം എടുക്കാം. ഇവിടെ നമുക്കൊരു 5.5 ഇഞ്ച് വണ്ണം വേണമെങ്കിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് ഇങ്ങനെ. എന്നിട്ട് ഈ സ്ലീവിൻ്റെ ഇവിടം നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. വരച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ച സ്ലീവാണ്. അപ്പോൾ പഫ് സ്ലീവാണ് ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് സാധാ സ്ലീവ് നമുക്ക് വെട്ടിയിട്ട് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പം ഞാൻ ലെങ്ത് 5 ഇഞ്ച് ലെങ്താണ് ആവശ്യമുള്ളത്. 5 ഇഞ്ചിന് 6.5 ഇഞ്ച് ലെങ്ത് ഞാൻ എടുത്തു. 1 ഇഞ്ച് ഇവിടെ മടക്കി തയ്ക്കാൻ വേണ്ടി എടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് താഴോട്ട് 3 ഇഞ്ച് എടുത്ത് അടയാളപ്പെടുത്തി അവിടെ നമ്മൾ താഴെ വണ്ണത്തിലോട്ട് യോജിപ്പിച്ച് കൊടുത്തു. അപ്പം കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച സ്ലീവ് ഇതാണ്. അപ്പം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ മെയിൻ സ്ലീവ്. ഇതിൻ്റെ സെൻറ്റർ ഇവിടെ വരും. ഇവിടെ നമ്മൾ ശകലം കൊണ്ടെടുത്ത് ഷേപ്പ് ചെയ്ത് വെട്ടി കൊടുക്കുവേ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് തയ്ക്കാനുള്ള മെയിൻ ക്ലോത്ത് എടുക്കണം. ഇതിലാണ് നമ്മളിപ്പം പഫ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ഇഞ്ച് നമ്മൾ ആദ്യം എടുത്ത് അടയാളപ്പെടുത്തണമേ. നമ്മളിവിടെ നിന്ന് മുകളിൽ നിന്ന് 3 ഇഞ്ച് എടുത്ത് അടയാളപ്പെടുത്തണം. ഇവിടെ നിന്ന് 3 ഇഞ്ച് താഴോട്ട് അടയാളപ്പെടുത്തണം. 3 ഇഞ്ച് എടുത്തു. ഇനി ഇവിടെ നിന്നും അതുപോലെ 3 ഇഞ്ച് ഇങ്ങനെ എടുത്ത് അടയാളം ചെയ്യണം. ഇങ്ങനെ നമ്മൾ അടയാളം ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ സാധാ സ്ലീവ് വെട്ടിയില്ലേ, അത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. കണ്ടോ? ഇവിടെ നമുക്ക് പഫ് എടുക്കാനുള്ള അത്രയാണ് ഈ 3 ഇഞ്ച് എടുത്തിട്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഇങ്ങോട്ട് 3, മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ 3 എടുത്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ സാധാ സ്ലീവ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. താഴെ നമുക്ക് പ്ലീറ്റ് എടുക്കാനുള്ളതുകൊണ്ട് ഇത് ഫുള്ള് നമ്മളെടുത്തേ. ഇങ്ങനെ ഒന്നും കൂടെ കാണിച്ചിരുന്നു. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരും. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോവേ. കട്ട് ചെയ്ത് കാണിച്ചു തരാം, അപ്പം മനസ്സിലാവും. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കും. ഇവിടെ നിന്ന് 3 ഇഞ്ച്
നമ്മൾ താഴോട്ട് എടുത്താണല്ലോ, ഇതാ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയും, കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മുടെ പഫിൻ്റെത്. ഇവിടെയാണ് ഈ പഫ് നമ്മൾ വയ്ക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇവിടെ പഫ് വയ്ക്കും. ഇവിടെ താഴെ നമ്മളൊരു പടി വെച്ച് കൊടുക്കും. പടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പടി വെച്ച് തയ്ക്കണമെങ്കിൽ പടി വെച്ച് കൊടുക്കും. ഇവിടെ ഇങ്ങനെ നമ്മൾ പ്ലീറ്റ് എടുത്ത് കൊടുക്കും. ഇവിടെ നമ്മൾ ഒത്തിരി വണ്ണം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് പ്ലീറ്റ് എടുക്കുന്നത് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു, ഫ്രോക്ക് തയ്ച്ചപ്പോൾ ഞാൻ കാണിച്ചിരുന്നു പ്ലീറ്റ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലീറ്റ് എടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് പ്ലീറ്റ് എടുത്ത് വരാൻ പറ്റും. ഇങ്ങനെ നമുക്ക് സെൻറ്റർ ഇങ്ങനെ നല്ല രീതിയിൽ കിട്ടും. പക്ഷേ എളുപ്പത്തിന് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കും. എന്നിട്ട് നമ്മുടെ മെഷീൻ്റെ കാണി വലുപ്പത്തിലിട്ടിട്ട് ഇവിടെ തൊട്ട് ഇവിടെ വരെ റണ്ണിങ് സ്റ്റിച്ച് അടിച്ച് ഇവിടെ വരെ വരും. റണ്ണിങ് സ്റ്റിച്ച് അടിച്ച് ഇവിടെ വരെ വരും. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വരെ വരും. എന്നിട്ട് ഈ സൈഡിലെ നൂലൊന്ന് പൊട്ടിച്ചിട്ട് ഈ റണ്ണിങ് സ്റ്റിച്ച് ഞാൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കും. അപ്പം ഇതെല്ലാം ചെറിയ ചെറിയ ഞുറുവായിട്ട് ഇങ്ങനെ ചുരുങ്ങി വരും. അപ്പം നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. പഫ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ്. നമ്മൾ ഈ പ്ലീറ്റ് എടുക്കുന്നതിനേക്കാളും ഈ നൂല് വലിച്ചു വിടുന്നത് നല്ലതുപോലെ കിട്ടും. അപ്പം നല്ല രീതിയിൽ നമുക്കിവിടെ പഫ് കിട്ടും. അതുപോലെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെയും ഇതുപോലെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മടക്കി ഇതുപോലെ പ്ലീറ്റ് ഇട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഇതുപോലെ നൂല് വലിച്ചു കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. എന്നിട്ട് നമ്മൾ ഇതിലൊരു പടി വെച്ച് ഒരു ചെറിയ വീതിക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു വീതിക്ക് നമ്മൾ അടിയിൽ വെച്ചിട്ട് മണ്ടയിലോട്ട് മടക്കി അടിക്കുക. അപ്പോൾ ഒരു ബോർഡർ പോലെ ഇതിങ്ങനെ ബോർഡർ പോലെ വരും. അപ്പം ഏത് രീതിക്ക് വേണമെങ്കിലും പഫ് വയ്ക്കാം. ഞാനൊരു അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു പഫ് വെച്ചൊരു ബ്ലൗസ് തയ്ച്ച് കാണിച്ചു തരാം. അപ്പോൾ അതിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെയാണ് പഫ് സ്ലീവ് കിട്ടുന്നത്. അപ്പോൾ ഇനിയുള്ള മുമ്പോട്ട് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും പഫ് സ്ലീവാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ചെറുപ്പക്കാർ പിള്ളേരെല്ലാം അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പം അടുത്ത ക്ലാസ്സിൽ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സ്ലീവ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.